മിശിഹായിലെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ആൾക്കൂട്ടം നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു സംഗതിയാണ്. പലപ്പോഴും ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ നമുക്ക് അവസരം ലഭിക്കാറുണ്ട്. പെരുന്നാളുകളിലും മറ്റു ആഘോഷങ്ങളിലുമെല്ലാം ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കടന്നു പോകാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചൊരു വാർത്തയുണ്ട്. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ലയണൽ മെസ്സി, വലിയ ഫുട്ബോൾ കളിക്കാരനാണ് അദ്ദേഹം. നമുക്ക് ഏവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു, കേരളത്തിലേക്ക് വരുന്നു, ഈ കൊച്ചിയിലേക്ക് വരുന്നു. അദ്ദേഹത്തെ കാണാനായിട്ട് 5 ലക്ഷം പേര് ഈ കൊച്ചിയിലേക്ക് വന്നു ചേരുമെന്നാണ് കരുതപ്പെടുക. അത്രയേറെ ജനക്കൂട്ടത്തെ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് പോലീസുകാർ ആലോചിക്കുന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള വാർത്തയാണ് അന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വലിയ കൗതുകരമായ സംഭവങ്ങളും നടക്കാറുണ്ട്. 2 മാസം മുമ്പ് ഓഗസ്റ്റിലാണ് US ഓപ്പൺ ന്യൂയോർക്കിൽ സമാപിച്ചത്. അതിലൊരു മത്സരത്തിന് ശേഷം വിജയിച്ച കളിക്കാരൻ ആരാധകർക്ക് ഓട്ടോഗ്രാഫ് നൽകാനായിട്ട് ഇങ്ങനെ ഗ്യാലറിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയുണ്ട്. വളരെ ചുരുക്കം ആരാധകർക്കാണ് അത്തരത്തിലുള്ള ഓട്ടോഗ്രാഫുകളൊക്കെ ലഭിക്കാറുള്ളത്. അങ്ങനെ അദ്ദേഹം ഓട്ടോഗ്രാഫ് നൽകി വരുന്നതിനിടയ്ക്ക് കുട്ടിയുടെ മുമ്പിലെത്തിയപ്പോൾ വളരെ പെട്ടെന്ന് തൻ്റെ തൊപ്പി ഊരി ആ കുട്ടിക്ക് സമ്മാനിക്കാനായിട്ട് ഇങ്ങനെ നീട്ടുകയാണ്. ആ നീട്ടുന്നതിനിടയ്ക്ക് തൊട്ടപ്പുറത്ത് നിന്ന് മനുഷ്യൻ പെട്ടെന്ന് ആ തൊപ്പി തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. അദ്ദേഹം പിന്നീട് അത് തൻ്റെ മകന് നൽകുന്നുണ്ട്. ഇത് വീഡിയോയിലൂടെ ലോകമെങ്ങും വളരെ വളരെ വൈറലായിട്ട് മാറിയൊരു സംഗതിയാണ്. അദ്ദേഹം പോളണ്ടിലെ ഒരു വലിയ കമ്പനിയുടെ ഉടമസ്ഥനാണെന്നൊക്കെ പിന്നീട് അറിയപ്പെടുകയുണ്ടായി. ഇത്തരത്തിലുള്ള കൗതുകരമായ കാര്യങ്ങളും ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ സംഭവിക്കാറുണ്ട്. വലിയ ദുരന്തങ്ങളും സംഭവിക്കാറുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വലിയ ഒരു ദുരന്തമുണ്ടായത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോ ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു പോവുകയാണ്. ജായറൂസിന്റെ മകളെ സുഖപ്പെടുത്താനാണ് ഈശോ പോകുന്നത്. അതിനിടയിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഈ വലിയ തിരക്കിനിടയിൽ ഒരു രക്തസ്രാവം ബാധിച്ച സ്ത്രീ കടന്നു വന്ന് വിശ്വാസപൂർവ്വം ഈശോയെ തൊട്ടു. അവൾ സൗഖ്യം പ്രാപിച്ചു. ഇതിനെക്കുറിച്ചാണ് ഇന്ന ദിവസം നമ്മൾ ധ്യാനിക്കുക. ഈ രക്തസ്രാവം എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഇത്തരം ഒരു അവസ്ഥയിലൂടെ 12 വർഷം തുടർച്ചയായിട്ട് കടന്നു പോകുക എന്ന് പറയുന്നത് എന്തുമാത്രം ശാരീരികമായ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത് മാത്രമല്ല, അന്നത്തെ യഹൂദ നിയമപ്രകാരം ഇത് അശുദ്ധമായ ഒരു അവസ്ഥയാണ്. അവരെ സമൂഹത്തിൽ എങ്ങും എടുപ്പിക്കില്ല. ലേവ്യരുടെ പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വിശദീകരണമുണ്ട്. അതായത് ഈ രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ കിടന്ന സ്ഥലം, അവൾ ഇരുന്ന സ്ഥലം, അവൾ തൊട്ട വസ്തുക്കൾ, അവൾ കടന്നു പോകുന്ന വഴികൾ, അവൾ തൊട്ട ആളുകൾ, അവളുടെ സ്പർശമേൽക്കുന്ന എന്തും ഇതെല്ലാം അശുദ്ധമായിട്ട് മാറുമെന്നാണ് പറയുക. ഇങ്ങനെ അശുദ്ധമായത് ശുദ്ധമാകണമെങ്കിൽ പിന്നീട് 7 ദിവസം കാത്തിരിക്കണം. അതിനുശേഷം കുറെ ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഇവർ ആരും പഠിപ്പിക്കില്ല. സമൂഹത്തിൽ നിന്ന് എല്ലാവിധ ആഘോഷങ്ങളിൽ നിന്നും ഇവൾ പുറന്തള്ളപ്പെടും. അതുകൂടാതെ അനുഭവിക്കുന്ന ശാരീരികമായ ക്ലേശങ്ങൾ അത് വേറെ. അപ്പൊ ഇത്തരത്തിലുള്ളൊരു സ്ത്രീയാണ് ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ വന്ന് ഈശോയെ സ്പർശിക്കുക. ഈ സ്ത്രീ പിന്നീട് വേറോനിക്ക പുണ്യവതിയായി മാറി എന്നാണ് പാരമ്പര്യങ്ങൾ പറയുക. പ്രിയമുള്ളവരെ, ഇതിന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീ പല വൈദ്യന്മാരെയും കണ്ടു എന്നാണ് പറയുക. പല ഡോക്ടേഴ്സിനെ ഇവിടെ സമീപിച്ചു 12 വർഷം കൊണ്ട്. ഈ 12 വർഷം കൊണ്ട് പല വൈദ്യന്മാരെ സമീപിച്ച് അവസാനമാണ് ഈശോ എന്ന ഡോക്ടറുടെ അടുത്തേക്ക് ഇവിടെ എത്തിച്ചേരുക. ഈശോ എന്ന ഡോക്ടർ. പ്രിയമുള്ള കുട്ടികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ജീവിതത്തിൽ നിരവധിയായ ചെറുതും വലുതുമായ നിരവധിയായ സങ്കടങ്ങൾ, ക്ലേശങ്ങൾ, ടെൻഷൻസ്, ഉത്കണ്ഠകൾ ഇതൊക്കെ നമുക്ക് വരാറുണ്ട്. നമ്മൾ ഏത് ഡോക്ടറെയാണ് സമീപിക്കുക? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുമ്പിൽ പലതരം ഡോക്ടർമാരുണ്ട്. ഒരു ഡോക്ടറാണ് ഡോക്ടർ എൻ്റർടൈൻമെൻറ്റ്. ഡോക്ടർ എൻ്റർടൈൻമെൻറ്റ്. ചിലരുണ്ട്, ടെൻഷൻ വന്നു, പഠിക്കാൻ കുറേ ഉണ്ട്, പേടിയാവുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം നേരെ സിനിമകൾ അല്ലെങ്കിൽ സീരീസുകൾ അങ്ങനെയുള്ള വിനോദ ഉപാധികളിലേക്ക് പെട്ടെന്ന് തിരിയുകയാണ്. അവർ കുറേ നേരം അതൊക്കെ ഇങ്ങനെ കാണും, ചിലപ്പോൾ കുറേ ദിവസങ്ങൾ അത് കാണും. അപ്പോൾ അവർ ഈ ടെൻഷൻസ് എല്ലാം മറക്കും. അപ്പോൾ മനസ്സ് ശാന്തമായി അവരിങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ പഠിക്കാനുള്ളത് അവിടെ അവശേഷിക്കുന്നുണ്ട്. വേറെ ചിലരുണ്ട്, അവർ കാണാൻ പോകുന്ന ഡോക്ടർ സോഷ്യൽ മീഡിയയാണ്. അവരിങ്ങനെ ടെൻഷൻസ് എല്ലാം മാറ്റാനായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സമയം പോകുന്നു, മനസ്സ് പല രീതിയിലേക്ക് മാറുന്നു.
ടെൻഷൻ കുറഞ്ഞ് സൗഖ്യപ്പെട്ടു എന്ന് അവർ വിശ്വസിക്കും. പക്ഷെ മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല പോസ്റ്റുകളും അവർ വല്ലാതെ ആവേശഭരിതരാക്കാറുണ്ട്. ഒരു ഉദാഹരണമുണ്ട്, ബാക്ക് ബെഞ്ചേഴ്സ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ബാക്ക് ബെഞ്ചേഴ്സ് ആണ് വിജയങ്ങൾ കരസ്ഥമാക്കുന്നതെന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം ഇതൊന്നും ആയിരിക്കില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ ബാക്ക് ബെഞ്ചേഴ്സ് പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ അധ്വാനങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടാവും. അവരെ ഉദ്ദേശിച്ചൊക്കെ ആയിരിക്കും ഈ പോസ്റ്റുകൾ വരിക. പക്ഷെ മടിയനായ ഒരുവൻ, അവൻ ഇതെല്ലാം കാണുമ്പോൾ അവൻ വിചാരിക്കും, ഞാനും ഒരു മടിയനാണ്, ഞാനും ഒരു ബാക്ക് ബെഞ്ചറാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയിക്കോളും എന്നവൻ വിചാരിക്കുകയാണ്. തെറ്റായ ധാരണയാണ്. സോഷ്യൽ മീഡിയ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ, ഈ ഡോക്ടറെ കണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലായിരിക്കും. ചിലർ കാണാൻ പോകുന്ന ഡോക്ടർ പ്ലഷറാണ്. അത് ലഹരി വസ്തുക്കളോ അത്തരത്തിലുള്ള മറ്റ് ദുശീലങ്ങളുടെ പിന്നാലെയുള്ള ഒരു പരക്കം പാച്ചിലാണ്. അതും യഥാർത്ഥമായ സൗഖ്യം നൽകുന്നില്ല. ഇനി ചിലരുണ്ട്, അവർ ഡോക്ടർ സെൽഫ് ഹെൽപ്പാണ്. അതൊരു പുതിയൊരു ട്രെൻഡാണ്. അതായത് ഇവര് സമീപിക്കുന്നത് ChatGPT പോലെയുള്ള AI സങ്കേതങ്ങളെയാണ്. അവരിങ്ങനെ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിരന്തരമായിട്ട് ഉപദേശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് മോട്ടിവേഷനുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ChatGPTയുമായിട്ട് അമിതമായിട്ട് ചങ്ങാത്തം കൂടി അവസാനം ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ തുറന്ന് പങ്കുവെച്ചപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഉപദേശിച്ച് അതിനുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുത്ത് ആത്മഹത്യ ചെയ്ത ഒരു കൗമാരക്കാരൻ. ഡോക്ടർ സെൽഫ് ഹെൽപ്പ്, അതും ഒരുവിനെ രക്ഷിക്കുന്നില്ല. പ്രിയമുള്ള കുട്ടികളെ, യഥാർത്ഥ വൈദ്യൻ, യഥാർത്ഥ ഡോക്ടർ അത് ഈശോയാണ്. അവനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ് സൗഖ്യം നേടാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഏക വഴി എന്ന് പറയുന്നത്. ക്രിസ് പ്രാറ്റ് എന്ന് പറയുന്ന ഒരു ആളെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര പരിചയം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ജുറാസിക് വേൾഡ് എന്ന സിനിമയിലെ ഓവൻ ഗ്രാദി എന്ന് പറയുന്ന നായക തുല്യമായ കഥാപാത്രത്തെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അത് അവതരിപ്പിച്ചത് ക്രിസ് പ്രാത്താണ്. അദ്ദേഹവും വലിയ തിരക്കുള്ള, വലിയ സമ്പാദ്യമുള്ള, വരുമാനമുള്ള, സെലിബ്രിറ്റിയായ ഒരു നടനാണ്. പക്ഷെ തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് എന്നും അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, എൻ്റെ മക്കള് വളർന്നു വരുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു പിതാവിൻ്റെ മക്കളാണെന്ന് അവർ വിശ്വസിക്കണം, അവർ കരുതണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹവും ഇതുപോലെ തന്നെ പലവട്ടം ഈശോയിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിച്ചു. പലപ്പോഴും 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം പരാജയപ്പെടും, തിരികെ പോകും. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ മകൻ ജാക്ക്, അത് ജനിച്ചു വീണപ്പോൾ വെറും 3 പൗണ്ട് മാത്രമുള്ള ഒരു വളരെ ചെറിയ തൂക്കക്കുറവുള്ള ഒരു കുഞ്ഞായിരുന്നു. ഒരു മാംസപിണ്ഡ പോലെയായിരുന്നു ജനിച്ചു വീണത്. അന്ന് അദ്ദേഹം ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി. ഓടി അദ്ദേഹം വന്നത് ഈശോ എന്ന ഡോക്ടറിൻ്റെ അടുത്താണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകനെ സുഖപ്പെടുത്തിയാൽ എൻ്റെ വാഗ്ദാനങ്ങൾ ഞാൻ ജീവിതകാലം മുഴുവൻ പാലിക്കും. അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ആ തൂക്കക്കുറവ് എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു മിടുക്കനായിട്ട് ജീവിക്കുന്നു. അന്ന് മുതൽ ഈശോ എന്ന ഡോക്ടറോടുള്ള തൻ്റെ വാഗ്ദാനം ഈ മനുഷ്യൻ പാലിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ, ഈ ഞായറാഴ്ച വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഞാൻ സമീപിക്കുന്ന ഡോക്ടർ അത് ആരാണ്? ഡോക്ടർ ജീസസ്, ഡോക്ടർ ഈശോ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഏറ്റവും വേഗത്തിലെത്തുക, ഏറ്റവും ആദ്യമെത്തുക, ഏറ്റവും എളുപ്പത്തിലെത്തുക. അതാണ് സൗഖ്യം നേടാനുള്ള എളുപ്പ വഴി, ഏക വഴി. ഈ ഒരു ഓർമ്മ ഇന്ന ദിവസം നമ്മെ നയിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട്